പ്രിയപ്പെട്ട ശ്രീ പ്രശാന്ത് എം.എൽ.എ, ശ്രീ ആൻ്റണി രാജു എം.എൽ.എ, ശ്രീ എബ്രഹാം റെൻ, മറ്റ് ലോട്ടറി വകുപ്പിലെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ ജഡ്ജിങ് പാനലിലെ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ സമ്മർ ബമ്പറിൻ്റെ തുടക്കം കുറിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നത്. കേരളത്തിലെ ലോട്ടറി, കേരള ലോട്ടറി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ലോട്ടറിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ താല്പര്യപൂർവ്വം ഇതെങ്ങനെ കൃത്യമായി ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് അന്വേഷിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിൻ്റെ വിശ്വാസ്യതയാണ്. കൃത്യമായ കാര്യങ്ങളാണ് നടത്തുന്നത്, പറയുന്നത് മുഴുവൻ സുതാര്യമായി ചെയ്യുന്നു. ഇതുപോലെയുള്ള നറുക്കെടുപ്പ് കൃത്യമായ അതിൻ്റെ സമ്പ്രദായങ്ങൾ ഗവൺമെൻറ് 100% കൈകാര്യം ചെയ്യുന്നൊരു സംവിധാനം എന്ന നിലയിൽ അതിൻ്റെ പണം സമ്മാനാർഹർക്ക് ശരിയായ തരത്തിൽ കിട്ടുന്നു. 1,00,000-ലധികം നേരിട്ടുള്ള ഏജൻറ്റുമാരും അതിനേക്കാളും എത്രയോ അധികം ഇതുമായി കച്ചവടം ചെയ്യുന്ന ആളുകൾക്കാണ്, അവർക്ക് കിട്ടുന്ന വരുമാനമുണ്ട്. അങ്ങനെ വലിയ പദ്ധതിയാണ് ഇത്. കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മൾ ചെയ്യുന്നത് ക്രിസ്മസ് ബമ്പറിൻ്റെ നറുക്കെടുപ്പാണ്. 10 കോടിയാണ് സമ്മർ ബമ്പർ, 20 കോടിയാണ് ക്രിസ്മസ് ബമ്പറിൻ്റെ തുക. ഇന്നൊരു പുതിയ ഒരു കൂട്ടം ഭാഗ്യവാന്മാരെയാണ് ഇവിടെ ഈ നറുക്കെടുപ്പിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇത്രയും വലിയൊരു നറുക്കെടുപ്പ്, ഇത്രയും നല്ലൊരു വലിയ സമ്മാന ഘടന, 20 കോടി ഒന്നാം സമ്മാനം മാത്രമല്ല, രണ്ടാം സമ്മാനം ഓരോ കോടി രൂപ വീതമാണ്. അത് 20 പേർക്കാണ്. അപ്പോൾ 20 കോടി 40 കോടി ആ സമ്മാനം തന്നെയുണ്ട്. പിന്നെ അതിന് താഴോട്ടുള്ള സമ്മാനങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ആ സമ്മാനമുണ്ട്. അതുപോലെ ഇന്ന് വരുന്നതും 10 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള പദ്ധതിയാണ് സമ്മർ ബമ്പർ. അപ്പോൾ ഇതെല്ലാം ഏറ്റവും കൃത്യമായി നടത്തിക്കൊണ്ട് പോകുന്നതിന് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്, ഏജൻറ്റുമാരുടെ വലിയ പിന്തുണയുണ്ട്, മാധ്യമങ്ങളുടെ സപ്പോർട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും സജീവമായ പ്രവർത്തനമുണ്ട്. ഏറ്റവും ന്യായമായ തരത്തിൽ ഈ കാര്യങ്ങൾ നടക്കുവാനും കൂടുതൽ ആൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടട്ടെ, ഇതിൻ്റെ സമ്മാനങ്ങൾ കിട്ടട്ടെ, ഏറ്റവും കൃത്യമായി നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച്, നാടിൻ്റെ പുരോഗതിക്ക് ലോട്ടറി നൽകുന്ന വലിയ കാര്യമുണ്ട്. ഇതെല്ലാം പലതരത്തിൽ ജനങ്ങളിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. അതിനുള്ള പ്രവർത്തനവും കൂടുതൽ നന്നായി കൊണ്ടുപോകാൻ പറ്റും. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും.